സോ ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 നമ്മൾ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് വെച്ചാൽ ഫ്ലെയർ ജീൻസും ഒരു ടോപ്പുമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് പോകുന്നത് ഒരു ടെമ്പിളിലും പാട്ടുക്കേവിലും കേബിൾ വയറിലൊക്കെയാണ്. അപ്പോൾ ടാനിനെ കാണിച്ചിട്ട് ടാനിയ. സോ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നോക്ക്. ഓക്കെ അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ഉണ്ട്, ബാക്കിലും എല്ലാവരും ഉണ്ട്. സോ ഇനി നമുക്കിനി കേവിലും ടെമ്പിളത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തരാം. സോ അതിനു മുന്നേ നമ്മൾ താമസിക്കുന്ന ആ റെസിഡൻസിൻ്റെ ലോബി ഏരിയ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ഇൻ ഒരു ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നേരത്തെ എത്തിയാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. സോ അതിനു മുന്നേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ലോബി ഏരിയ. വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മുടെ ശേഷം ബസ് എത്തിക്കഴിഞ്ഞു. ആ ബ്ലൂ ബസ്സാണ് നമ്മളിന്ന് പോകുന്ന ബസ്. വരുന്ന ചേട്ടനാണ് ശരവണ, അതാണ് നമ്മളിതിൻ്റെ ടൂർ ഗൈഡ്. സോ ആദ്യം തന്നെ ബ്രീഫ് ചെയ്തിരുന്നു എന്താണ് ബാട്ടു കേവ്സ്, എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, എത്ര മണിക്ക് തിരിച്ചെത്തണം എന്നൊരു ബ്രീഫിംഗ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ബാട്ടു കേവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലോർഡ് ഓഫ് മുരുകൻ വസിക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയണത്. അതായത് ബാട്ടു കേവ്സിൽ കുറേ അമ്പലങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതായത് ചുണ്ണാമ്പ് കൊണ്ട് ഉണ്ടാക്കിയ, അതായത് ലൈം സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയ ഗുഹകളാണ് ബാട്ടു കേവ്സ്. സോ മുരുകൻ താമസിക്കുന്ന 10ാമത്തെ ഗുഹയാണ് ബാട്ടു കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോ എപ്പോഴും നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിഞ്ഞേക്കാൾ നല്ലത് കുറച്ച് നോളജും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബാട്ടു കേവ്സ് എന്ന് വെച്ചാൽ ലോർഡ് ഓഫ് മുരുകൻ സ്റ്റാച്ചു കണ്ടില്ലേ, അങ്ങനെയാണ്. സോ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ കഴിച്ചത് പൂരിയും ചപ്പാത്തിക്കായിരുന്നു. പക്ഷേ നമ്മുടെ ടാനിക്ക് എപ്പോഴും ഫുഡ് ലേറ്റ് ആയിട്ടാണ് എത്തിക്കൊണ്ടിരുന്നത്. ടാനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാട്ടു കേവ്സ് എന്ന് പറഞ്ഞത് ഒരു ടെമ്പിൾസിൻ്റെ ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു 3 ടെമ്പിൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 272 സ്റ്റെപ്സ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യ സിലങ്കോറിലാണ് ഈ ബാട്ടു കേവ്സ് ഉള്ളത്. അങ്ങനെ ഈ 272 സ്റ്റെപ്സ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മലേഷ്യയിലെ സിറ്റി സെൻറ്ററിൽ തന്നെ നമുക്ക് ഫുൾ സ്കൈ ലൈൻ വ്യൂവിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ടൈം ഇല്ലാഞ്ഞിട്ടും ഓടിക്കയറുന്ന വെച്ചാൽ കുറച്ച് സ്റ്റെപ്പ് കയറും, കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഞങ്ങൾ 272 സ്റ്റെപ്സ് വളരെ ഈസി ആയി കയറി കഴിയുമ്പോഴാണ് കേവ്സിനുള്ളിലും കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലൈം സ്റ്റോൺ വെച്ചാണ് ഈ ഗുഹകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 400 ഇയേഴ്സ് പഴക്കമുള്ള ഗുഹകളാണ്. ലോർഡ് ഓഫ് മുരുകൻ, അതായത് മുരുകനാണ് ഇവിടെ ഉള്ള സ്റ്റാച്ചു. ഫ്രണ്ടിൽ കണ്ട സ്റ്റാച്ചു മുരുകൻ്റെയാണ്. മുരുകൻ താമസിക്കുന്ന 10ാമത്തെ ഗുഹ, അതാണ് ബാട്ടു കേവ്സ് എന്നറിയപ്പെടുന്നത്. സോ നമ്മൾ അധികം അകത്തേക്കൊന്നും പോയില്ല. ഒട്ടും തന്നെ ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരാൻ കുറച്ച് ലേറ്റായി, പിന്നെ നമ്മുടെ ബസ് വരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം നന്നപോലെ അവിടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് കറങ്ങി നടന്നു. അങ്ങനെ നമ്മൾ അടുത്ത് നമ്മുടെ പോണത് കേബിൾ വയറാണോ കേബിൾ കാറാണോ കേബിൾ കാറിൽ പോകാനുള്ള ഒരു നടത്തത്തിലാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. സോ ഈ കാണുന്നതാണ് കേബിൾ കാറിൽ കയറണമെങ്കിൽ ഭയങ്കര കുറച്ച് അഡ്വഞ്ചേഴ്സാണ്. കാരണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചാടി കയറില്ലെങ്കിൽ നമുക്ക് ആ ഒരു കേബിൾ കാർ കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ വേറെ ഒരു കാറിലും നമ്മൾ വേറെ കാറിലാവും. സോ വരുമ്പോൾ തന്നെ ചാടി കയറി. അപ്പോൾ ഇതൊക്കെയാണ് കേബിൾ കാറിലെ വിശേഷങ്ങൾ. അതായത് നമ്മൾ അകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കേബിൾ കാറിലാണോ ഒന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന കേബിൾ കാറിലാണ്. അപ്പോൾ തൊട്ട് പുറകുള്ള കേബിൾ കാർസാണത്. പിന്നെ നമ്മൾ കേബിൾ കാറിൽ വന്നിറങ്ങിയത് ഒരു മോളിലാണ്. ആ മോളിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാനും പിന്നെ അവിടെ കുറച്ച് ആ മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ മോള്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഷോപ്പ് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ മടിയായത് കൊണ്ട് തന്നെ നമ്മൾ KFC മെക്ഡൊണാൾഡ്സൊക്കെയോ മെക്ഡിയൊക്കെയോ നമ്മൾ തപ്പിക്കൊണ്ട് നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ ക്യൂട്ടായ കേക്ക്സൊക്കെ കണ്ടു. ഫുഡി ആയതുകൊണ്ട് തന്നെ എവിടെ ഫുഡ് കണ്ടാലും നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കുമല്ലോ. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു ഗൈസ്, KFC കണ്ടുപിടിച്ചു. ഈ ഒരു മലേഷ്യൻ ട്രിപ്പിൽ ഫുള്ള് എൻ്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കോംബോ
ഇത് തന്നെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചു. ആദ്യമായിട്ടാണ് KFC ബാക്കി വെച്ച് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4:30 തിരിച്ച് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മോൾ ചുറ്റും കറങ്ങി കാസിനോയിൽ കയറി. പക്ഷേ കാസിനോ അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങളോട് പറഞ്ഞു വീഡിയോഗ്രാഫിയും ഫോട്ടോസൊന്നും അലൗഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതും കൂടി ഒന്ന് ഷെയർ ചെയ്താനേ. കാസിനോക്ക് അത് അടിപൊളി എന്ന് വെച്ചാൽ ഈ മോളിൻ്റെ പുറത്ത് ഉള്ള ആൾക്കാരെക്കാളും കൂടുതലും ഉണ്ടായിരുന്നത് അകത്തായിരുന്നു. നമ്മുടെ ലുലു മോളിലത്തെ പ്ലേ സ്റ്റേഷനൊക്കെ ഇല്ലേ, അതിനേക്കാളും എന്താ പറയുക നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കാസിനോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വീഡിയോ എടുത്തെങ്കിലും അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സ് പറഞ്ഞു ഇതൊന്നും അലൗഡ് അല്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും കേബിൾ കാറിലേക്ക് കയറുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചൈനീസ് ടെമ്പിളാണ്. ചൈനീസ് ടെമ്പിളിലേക്ക് പോകുന്ന കുറച്ച് സീൻസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കേബിൾ കാർ തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനും ടാനി എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. സോ ബാക്കിലുള്ള എല്ലാവരും നമ്മളുടെ പാക്കേജിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ചൈനീസ് ടെമ്പിളെത്തി. ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയായൊരു പ്ലേസാണ് ഫുള്ളും. അന്ന് നമുക്ക് മലേഷ്യയിൽ മഴയൊക്കെ പെയ്തു, കോടയൊക്കെ വന്നു. സോ കേബിൾ കാറൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ ചൈനീസ് ടെമ്പിൾ ചുറ്റിക്കറങ്ങി നടന്നു. നമ്മൾ തന്നെ കോമൺ ആയിട്ട് ചൈനീസ് ടെമ്പിൾ എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ ഒറിജിൻ നെയിം എന്ന് വെച്ചാൽ ക്വിൻസി ടെമ്പിൾ ആണ്. ഈ ഒരു ടെമ്പിൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത് 1994 ഏകദേശം ഒരു 20 acres ഓഫ് റോക്കി ഫോറസ്റ്റഡ് ലാൻഡിലാണ് ഈ ഒരു ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ ഒരു ദിവസം ഫുള്ളും കാണാൻ ഉള്ള കുറേ കാഴ്ചകൾ ഈ ഒരു ടെമ്പിളിൻ്റെ അകത്തുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും സ്റ്റാച്യൂസും അതേപോലെ ഇവരുടെ ഹിസ്റ്ററി, ഈ ഒരു ടെമ്പിൾ എങ്ങനെയാണ് ഫോം ചെയ്തത്, അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എന്താണെന്ന ഹിസ്റ്ററി സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ രൂപം വെച്ച് ഉണ്ടാക്കിയും ഓരോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് അവരുടെ ഹിസ്റ്ററിയൊക്കെ ഓരോ ബോർഡിലിങ്ങനെ വളരെ ബ്രീഫായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ലാംഗ്വേജ് നമുക്ക് അറിയാൻ പാടാത്ത കൊണ്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റാച്യൂസ് വെച്ച് ഞാനും ടാനിയും കൂടി ഇത് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ആ ഒരു ഫുൾ സ്റ്റാച്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇപ്പം കണ്ട ആ ചേട്ടൻ ഇറാൻ, ആ ഒരു ചേട്ടൻ ഒറ്റക്കാണ്. പുള്ളി നമ്മളെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ച് വളരെ ഹാപ്പി ആയിരുന്നു. നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ കുറേ പേര് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ശരിക്കുള്ള വോയിസ് കേട്ട് നിങ്ങളെല്ലാവരും ചിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ വോയിസൊക്കെ കട്ട് ചെയ്തിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. കുറേ പേര് നമ്മുടെ ഈ വ്ളോഗിൽ ക്യാപ്ചർ ചെയ്ത് അവർ നമ്മളെ നോക്കി ചിരിച്ചൊക്കെ പോയി. വളരെ ഒരു എന്താ പറയുക റിലാക്സ് ചെയ്ത ഒരു വ്ളോഗായിരുന്നു ഈ ഒരു വ്ളോഗ് എന്ന് പറയാൻ. സോ അവിടെ ഈ ഒരു ടെമ്പിളിലൊരു ബെല്ലുണ്ട്. ആ ബെല്ലെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞാനും ടാനിയും അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബെല്ലൊക്കെ അടിച്ചു. ഇതാണ് ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഫുൾ സ്റ്റാച്യൂസ് ഉണ്ട്, കുറേ ബിൽഡിങ്സ് ഉണ്ട്, ഇങ്ങനെ ഓരോ ടെമ്പിൾസ് ആയിട്ടാണ് ഉള്ളത്. സോ ഏകദേശം നമുക്ക് അവിടെ 6 മണി വരെ എന്തോ ഉള്ളൂ, കേബിൾ കാറൊക്കെ എന്തോ 6 മണി വരെ ഉള്ളൂ, അതിന് ശേഷമില്ല. പിന്നെ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് മോർണിംഗ് 9 to 11. ആ ഒരു ടൈമാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയും ഇതൊക്കെ കിട്ടും. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അതും ഞങ്ങൾ കേബിൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോയപ്പോൾ ഞങ്ങളുടെ ടീം, അതായത് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 7 പേര് 2 കേബിൾ കാറിലാണ് പോയത്. സോ അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ പോകുന്ന വഴികളാണ്. ഞാൻ പറഞ്ഞില്ല മലേഷ്യ കാണാൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ നൈറ്റാണ്, അവിടെ നൈറ്റ് ലൈഫാണ് കൂടുതലും. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. പിന്നെ ക്യാബ് വന്നു, ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയ ഒരു ഹോട്ടലാണ് ഇവിടെ കാണുന്നത്. ട്വിൻ ടവറിൻ്റെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നതും. അതിനുശേഷം ഞങ്ങൾ സ്വിമ്മിങ് പൂളിൽ പോയി ഗൈസ്. ചമ്മി പോയി. ഇവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊപ്പം ചമ്മിയ കുറച്ച് പേര് ഞങ്ങളുടെ ബാക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ ഞങ്ങളൊപ്പം ചമ്മിയതാണ്. യെസ് ഗൈസ്, അവർ ചമ്മിപ്പോയി. സ്വിമ്മിംഗ് പൂൾ വന്നപ്പോൾ ചമ്മിപ്പോയി ഗൈസ്. ഞങ്ങൾ നൈറ്റ് ഫുഡ് കുക്കിംഗ് ആണ്. അതെ, എന്താ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ? പച്ചവെള്ളം ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
സോ ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 2 ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. സോ ഗൈസ്, ബൈ.